അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് വേറൊരു ബീച്ച് പോലത്തെ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഗോവ അറിയുമ്പോൾ പിന്നെ എല്ലായിടത്തും ഒരു ബീച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം സന്ധ്യയായി. അതുകൊണ്ട് അങ്ങനെ കുറേ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ ഡിന്നർ നമ്മളുടെ ടീം ഇവിടെയാണ് അറേഞ്ച് ചെയ്തത്. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് റൂമിൽ തന്നെ കുത്തിയിട്ടതായിരുന്നു. ഇത് പിന്നെ അപ്പൂൻ്റെ ഫോണിലും അങ്ങനെയൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുറേ ക്ലിപ്സ് ഒന്നുമില്ല, എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി കുറച്ചൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോട്ട് മിസ്സായി പോയി. ഞാൻ എടുത്തിരുന്നു, പക്ഷേ നമ്മൾ ഒരു ടൂർ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക ഗാലറിത്തെ വേണ്ടാത്തൊക്കെ ഡിലീറ്റ് ആക്കില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഡിലീറ്റ് ആയി പോയതാ തോന്നുന്നു. ഇത് അപ്പൂൻ്റെ ഫോണിലെന്ന് പറഞ്ഞല്ലോ. ഗോവത്തെ സ്ട്രീറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെയാണ് സ്ട്രീറ്റ്. സത്യം പറഞ്ഞാൽ നാട്ടിലത്തെ ഭയങ്കര തിരക്കാണ് ഗോവത്തെ സ്ട്രീറ്റ് പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ മിസ്സാക്കാതെ വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എങ്ങനെ പോയി. ഡിന്നർ അടിപൊളിയായിരുന്നു, നല്ല ഗോവൻ ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ പബ്ബിലൊക്കെ കയറി, നല്ല അടിപൊളി ഡി ജെ ഒക്കെ ആയിരുന്നു. അവിടെ ആണെങ്കിൽ നിരത്തി പബ്ബായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ ഫുള്ള് ഡി ജെൻ്റെ സൗണ്ട് മാത്രമായിരുന്നു.